ഹലോ ഫുഡീസ്, ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നർ ആയോ ഒക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അറബിക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റഫ്ഡ് നാൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു അറബിക് സ്പെഷ്യൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇളം ചൂടുള്ള ഒരു 1/4 കപ്പ് വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇളം ചൂടുള്ള വെള്ളത്തിൽ മാത്രമേ ഈസ്റ്റ് ആക്റ്റീവ് ആവുള്ളൂ. ഇനി ഒരു മിക്സിംഗ് ബൗളിലോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആ ഈസ്റ്റ് വാട്ടർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുമ്പം 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുഴച്ചിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഒത്തിരി പൊടി ഇതിലോട്ട് തടവിയ ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്കിതിനെ 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി അതിൽ ഒരു പാർട്സ് എടുത്ത ശേഷം കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് കൈ വെച്ചത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നന്നായിട്ട് ഇതുപോലെ പരത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ചിക്കനോ ബീഫോ മട്ടനോ ഏത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. പക്ഷേ എല്ലൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്ത ശേഷം നമുക്കിത് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. ഉള്ളിലോട്ട് മടക്കി നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് പരത്തിയെടുക്കാം. പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് പുറത്തു പോവാതെ ശ്രദ്ധിക്കണേ. ഇതിൻ്റെ മുകൾ ഭാഗം പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇത്തിരി ബട്ടർ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ മറ്റേ സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം, ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഞാനിതിവിടെ 2 സൈഡും ഒരുപോലെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു നാനും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു നാന് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഉള്ളിലാണെങ്കിലോ നല്ല ക്രീമി ആയിട്ട് നമ്മൾ കൊടുത്ത ആ ഒരു ഫില്ലിങ്സും ഉണ്ടാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഞാനിത് എൻ്റെ 2ാമത്തെ നാനും ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചൂടോടെ തന്നെ മെൽറ്റ് ചെയ്ത ബട്ടറിലോട്ട് കുറച്ച് പാസ്ലി ലീവ്സ് കൂടെ ചേർത്തിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത റെസിപ്പിക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.